إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, ലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വർഷം കൂടി നമ്മിൽ നിന്നും വിട പറയുകയും പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അത് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. പലരും അത് ആഘോഷിക്കുകയും ചെയ്തു. നേരം പുലരും വരെ സംഗീതവും നൃത്തവും വിരുന്നുമൊക്കെയായിക്കൊണ്ടുള്ള ആഘോഷങ്ങളാണ്. പലതരത്തിൽ ആഘോഷിച്ച ആളുകളുണ്ട്. ആനിമേഷൻ ഷോ, കാർണിവൽ, ലൈറ്റ് ഷോ, അതേപോലെ ലേസർ ഷോ, വാദ്യമേളങ്ങൾ തുടങ്ങി കരയും കടലുമെല്ലാം വർണ്ണങ്ങളിൽ ആറാടിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിൽ ആഘോഷിക്കുന്ന ആളുകൾ, ആഘോഷിച്ച ആളുകൾ. അതുതന്നെ ലഹരി വസ്തുക്കൾ വ്യാപകമായി ഉപയോഗിക്കാനുള്ള കാരണമായി അതിന് തുടക്കം കുറിക്കുന്ന അവസരങ്ങളായി പലപ്പോഴും മാറാറുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പുതുവർഷത്തിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദിവസത്തിൽ പ്രത്യേകമായ ആഘോഷങ്ങൾക്ക് ഇസ്ലാമിൽ മാതൃകയില്ല. നേരെ മറിച്ച് നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി വിട പറയുന്നു, ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. വെളിച്ചമുള്ള പകലും വിശ്രമത്തിനുള്ള രാത്രിയുമെല്ലാം ലോകസ്രഷ്ടാവിൻ്റെ അനുഗ്രഹമാണെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ എന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും മാറി വരുമ്പോൾ
അതൊക്കെ ചിന്തിക്കുകയാണ് വേണ്ടത്. ഓരോ ദിവസവും വർഷവും മാറുമ്പോൾ അതൊക്കെ ആഘോഷിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാമതായി മരണത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നത് ആയുസ്സിൻ്റെ നമ്മുടെ ഓരോ പേജുകൾ ചീന്തിയെറിയപ്പെടുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിരാമം കൂടിയാണ് എന്നുള്ള അടയാളമാണത് ഓരോ ദിവസവും നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തുള്ള മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്നാണ്. അത്രയും നമ്മുടെ തൊട്ടടുത്തുണ്ട്. പലപ്പോഴും അത്തരം മരണങ്ങൾ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും മരണം ഇപ്പോൾ നടക്കുമെന്ന് വിചാരിക്കാത്ത ആളുകൾ, നല്ല ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പോലും വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാവാറുണ്ട്. അത്രയും അടുത്താണ് മരണം, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണമെന്നാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്നാണ്. ആ മരണത്തിന് ശേഷം പിന്നെ ആഘോഷങ്ങളില്ല. ആ മരണത്തിന് ശേഷം അവൻ്റെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് അവൻ അറിയുന്നില്ല. അവന് കല്യാണമില്ല, സൽക്കാരമില്ല, ആനന്ദമില്ല, ആഹ്ലാദമില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് എപ്പോഴും ധാരാളമായി ഓർക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവും അതേപോലെ ഉബൈദില്ലാഹി ഇബ്നു ജർഹമിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ച ഉബൈദുല്ല അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താങ്കളുടെ ജീവിതത്തിൽ നടന്ന ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് പറയണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഉബൈദില്ലാഹി ഇബ്നു ജർഹമിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ വന്നു. ആരാണ് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം ഒരു മാന്യനായി ജീവിച്ചു, എല്ലാവർക്കും അവിടെ അങ്ങനെ അറിയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സോ അദ്ദേഹത്തെക്കുറിച്ച് വിശദ വിവരങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ അധികം വൈകാതെ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അറിയുന്നവരാരുമില്ല. ആരെയാണ് അറിയിക്കേണ്ടത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചു, അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. മയ്യത്ത് മറമാടിക്കൊണ്ടിരിക്കെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. അബ്ദുല്ലാഹി ഇബ്നു ജർഹമി മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കണം. എനിക്ക് വല്ലാതെ സങ്കടം വന്നപ്പോൾ ഞാനൊരു കവിത ചൊല്ലി. യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഹയ്യ മസ്റൂറു. ഈ കവിത ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപരിചിതരായ ആളുകൾ ആരാണെങ്കിലും, ആരാണെന്നറിയില്ല അദ്ദേഹത്തിന് വേണ്ടി കരയുന്നത് ഇന്ന് പരിചയമില്ലാത്ത ആളുകളാണ്. ഇദ്ദേഹത്തിന് വേണ്ടി വിഷമിക്കുന്നത് അദ്ദേഹത്തെ അറിയാത്ത ആളുകളാണ്. എന്നാൽ അദ്ദേഹത്തെ അറിയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സന്തോഷത്തിലാണ്. അദ്ദേഹം മരിച്ചതറിയാതെ ഇന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ അത് കേട്ട എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ജർഹമി പറയാണ്, ഈ കവിത ഞാൻ ചൊല്ലിയപ്പോൾ അത് കേട്ട് നിന്ന ഒരാൾ എന്നോട് ചോദിച്ചു, ഈ കവിത ചൊല്ലിയത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയില്ല. ഈ കവിത ഞാനിങ്ങനെ പല സ്ഥലത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കവിത എനിക്ക് നല്ലൊരു കവിതയായി തോന്നി, എൻ്റെ ഓർമ്മയിലുണ്ട്. ഇദ്ദേഹം മരിച്ചപ്പോഴാണ് എനിക്കത് ചൊല്ലാൻ തോന്നിയത്. അദ്ദേഹം മരിച്ചപ്പോഴുള്ള അവസ്ഥ അതേപോലെയാണല്ലോ. ആരും അറിയില്ല, അദ്ദേഹത്തെ അറിയാത്തവരാണ് കരയുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ മരിച്ചതൊന്നും അറിയില്ല, അവരൊക്കെ സന്തോഷത്തോടു കൂടി ഇപ്പോഴും ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കവിത ചൊല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പം നിങ്ങൾ ചൊല്ലിയ കവിതയുണ്ടല്ലോ, ആ കവിത യഥാർത്ഥത്തിൽ ചൊല്ലിയ ആളാണ് ഈ മരിച്ചു കിടക്കുന്നത്. ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ. ഈ കവിത എഴുതിയ, ഈ കവിത നിർമ്മിച്ച ആളാണ് ഈ മരിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാൾ ചൊല്ലിയാണ്. വല്ലാത്തൊരു യാദൃശ്ചികതയാണ്. ആ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വലിയ ഒരു ഓർമ്മയായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരൻ, ഇതാണ് മരണമെന്ന യാഥാർത്ഥ്യം. എപ്പോൾ എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. അല്ലാഹുവിൻ്റെ പക്കലുള്ള ചില അറിവുകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ മഴയെക്കുറിച്ചും അന്ത്യദിനത്തെക്കുറിച്ചും ഗർഭപാത്രത്തിലുള്ളതിനെക്കുറിച്ചും എല്ലാം അള്ളാഹുവാണ് അറിയുന്നവൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നീ ഏത് ഭൂമിയിൽ വെച്ച് എവിടെ വെച്ച് മരിക്കുമെന്ന് പോലും നിനക്കറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹുവാണ് അലീമും ഖബീറുമായിട്ടുള്ളവൻ. ഈ ഉമ്മത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ആവറേജ് 60, മാബൈന 60 ഇല 70 എന്നാണ് പറഞ്ഞത്. 60-70 വയസ്സ് സാധാരണ വയസ്സിലെ. മുമ്പ് കാലത്ത് 1000 വർഷങ്ങളൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കാലത്ത് അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ജനതയുടെ ആവറേജ് 60-70 അല്ലെ. അതിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. ഒരു സാധാരണ വയസ്സ് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി 2025 നമ്മൾ പ്രവേശിച്ചു. ഒരുപക്ഷെ നമ്മൾ അറിയില്ല ഈ ഒരു വർഷമായിരിക്കും എൻ്റെ വർഷം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, എൻ്റെ അവസാനത്തെ വർഷമായിരിക്കുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ്. ഇതിന് ഏത് വർഷമാണ് നമുക്ക് മരിക്കാനുള്ളത് എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വർഷത്തിലാണ് നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത്, ദുനിയാവ് നശ്വരമാണ്, താൽക്കാലികമാണ്, ഇത് സ്ഥിരമല്ല എന്നുള്ളതാണ്. ആ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത് നശിക്കുന്ന ഒന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമുക്കിവിടെ കാലാകാലം ജീവിക്കാൻ കഴിയില്ല. എല്ലാത്തിനും പലതിനുമുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് വികസിച്ചു വരികയാണ്. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, മരണത്തിന്റെ രുചി എല്ലാവരും ആസ്വദിക്കും. പിന്നെ ആരാണ് വിജയിക്കുക? ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സമ്പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. അന്ന് ഫമൻ സുഹ്സിഹാ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തതാരാണോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. പ്രിയ സഹോദരങ്ങളെ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോക ജീവിതം എന്നത് വഞ്ചനാത്മകമായ താൽക്കാലികമായ ഒരു വിഭവം മാത്രമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് താൽക്കാലികമായ ഒരു വിഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് ഉപമിച്ചുകൊണ്ട് പറഞ്ഞത്, മാലി വലി ദുനിയ വമാ അന വദ്ദുനിയ ഇന്ന മസലി വമസലു ദുനിയ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് ഞാൻ ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? എനിക്കെന്തിനാ കൂടുതൽ സൗകര്യങ്ങൾ? ഞാൻ യാത്ര പോകുന്ന ഒരാൾ തണലിൽ വിശ്രമിക്കുന്നവനെ പോലെയാണ് ഈ ദുനിയാവ് എന്നാണ് പറഞ്ഞത്. വല്ലാത്തൊരു വാചകമാണത്. യാത്രക്കിടയിൽ ഒരല്പം വിശ്രമിക്കുന്ന താൽക്കാലികമായൊരിടം, വിശ്രമം കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യണം. അതുപോലെയുള്ള വിശ്രമത്തിൻ്റെ ഇടം മാത്രമാണ് ഈ ലോകം. പിന്നെ നമുക്ക് വലിയ യാത്രയുണ്ട് സഹോദരങ്ങളെ, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് നമ്മുടെ ലോകം, ഇത് മാത്രമാണ് ജീവിതം എന്നുള്ള നിലയ്ക്ക് വെട്ടിപ്പിടിച്ച് അസൂയയും പകയുമായി പണത്തിൻ്റെ പിന്നാലെ സ്വന്തം ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്ന വളരെ ദയനീയമായൊരവസ്ഥയാണ് പലപ്പോഴും ഇന്ന് അധികം ആളുകളിലും നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന ഹദീസ് ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു കൊതുകിൻ്റെ വിലയില്ല, ഒരു കൊതുകിൻ്റെ ഒരു ചിറകിൻ്റെ വില പോലും അള്ളാഹു ഈ ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല എന്നാണ്. ഈ ഹദീസ് നമ്മെ അത്ഭുതപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഹൂലത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. അള്ളാഹു ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്ങാനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരൊറ്റ കാഫിറും ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കുമായിരുന്നില്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്കിൽ അള്ളാഹു ദുനിയാവിന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹിൻ്റെ പക്കൽ ഈ ദുനിയാവിന് സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാഫിർ വെള്ളം കുടിക്കൂലെന്ന് പറഞ്ഞു. ഇന്ന് എത്ര ആൾ സുഖമായി ജീവിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? അള്ളാഹു അത്ര ഇത് കരുതിയിട്ടുള്ളൂ. അള്ളാഹുവിന് അത്രയും നിസ്സാരമാണ്. അള്ളാഹു യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. പരലോകം അതിനു മാത്രം ഉന്നതമാണ്, അറ്റമില്ലാത്തതാണ്, മനോഹരമാണ് സഹോദരങ്ങളെ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ദുനിയാവിലുള്ള ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? പകയും വിദ്വേഷമൊക്കെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റും. പണത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് ഉത്തരവാദിത്തങ്ങൾ മറന്ന്, നമസ്കാരം മറന്ന്, എല്ലാം മറന്നുകൊണ്ട് നിർബന്ധ കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാവും. ദുനിയാവിൻ്റെ വില അത്രയും നിസ്സാരമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, പ്രിയപ്പെട്ട മുത്തബിയ സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഒരു അപരിചിതനെ പോലെ, തൽക്കാലത്തിന് വന്ന ഒരാളെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിൽ നീ കഴിയേണ്ടത്. ഇവിടെ എന്നുണ്ടാവും എന്നുള്ള നിലക്കല്ല, ഒരു താൽക്കാലികം വന്നതുപോലെയാണ് ഇവിടെ കഴിയേണ്ടത്. നമുക്ക് ഇനിയും യാത്ര ചെയ്യാണ്ട് പരലോകത്തേക്ക് പോവാണ്ട് എന്നുള്ളൊരു ബോധം വേണം എന്ന് പറയാൻ. അങ്ങനെ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കണം. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ അംസൈത ഫലാ തൻതളിറ സുബാഹ് വ ഇദാ അസ്ബഹത ഫലാ തൻതളിറിൽ മസാ. നേരം വെളുത്താ നീ വൈകുന്നേരം ആവുമെന്ന് പ്രതീക്ഷിക്കരുത്. ആ പ്രതീക്ഷിക്കരുത് നീ, എൻ്റെ ഇടക്ക് മരണപ്പെട്ടേക്കാം.
അല്ലേ? വൈകുന്നേരമായാൽ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും. പ്രിയമുള്ളവരെ, ആ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കെല്ലാം പരിചയമുള്ള വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖൂ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വാസികളെ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചത് എന്ന് നോക്കട്ടെ. നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് അല്ലാഹു പറയാണ്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലേ? നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കൽപ്പിച്ചു. ഒരിക്കൽ ഒരു ഖബറിൻ്റെ പണി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നബിയും സഹാബത്തും അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചാര ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബകാ ഹത്താ ബല്ലസറ, അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നനയുന്നത് വരെ അദ്ദേഹം കരഞ്ഞു. ആ ഖബറിൻ്റെ അവിടെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് കൂടെയുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. ആ ഖബറിലേക്ക് നമ്മുടെ ശരീരം, ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരമാണ് വെക്കുന്നതെങ്കിൽ നാളെ നമ്മുടേതും വെക്കാനുള്ളതാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളൊക്കെ നനഞ്ഞു. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി പറയാണ്, താടി രോമങ്ങൾ നനയണം എന്ന് പറയുമ്പോൾ ആ താടി രോമങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് സ്വഹാബത്തിനുമെല്ലാം നിറഞ്ഞ വലിയ താടി രോമങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അടയാളമാണ്, അത് നിർബന്ധമാണ് എന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ പ്രസക്തമായ സുന്നത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഇത് വടിച്ച് ക്ലിയർ ആക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ സുന്നത്തിനെ പച്ചയായി നമ്മൾ എതിർക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നീണ്ട താടി നീട്ടി വളർത്തുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. 24 മണിക്കൂർ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതിനെ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. നബിയും സ്വഹാബത്തും പണ്ഡിതന്മാരും എല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒന്നിനെ സ്നേഹിക്കുക എന്നത് നമുക്ക് പറ്റണം. അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെന്നോ മക്കൾക്ക് ഇഷ്ടമില്ലെന്നോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എൻ്റെ അള്ളാഹു എൻ്റെ റസൂലും എന്ത് പറഞ്ഞോ അത് യാതൊരു മടിയും കൂടാതെ ചെയ്യുന്നവനാണ് ഞാൻ എന്നുള്ള ഒരു ബോധം, ഒരു തൻ്റെടം നമുക്കുണ്ടാവേണ്ടതിന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതാണ്. ഈ ഖബറിൽ വെച്ചതുപോലെയുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഖബർ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മുമ്പേ നടന്നവരാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാനുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഓരോ മയ്യത്ത് നമസ്കാരത്തിൻ്റെ സമയത്തും ഓരോ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്ന വേളകളിലും ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. നിങ്ങൾ കുറച്ച് നേരത്തെ പോയി, ഞങ്ങളും വരാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമായ സമയം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മൾ മരണപ്പെട്ടിട്ടില്ല. 2024 പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ 2024 നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. പലരുടെയും മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും, പലരുടെയും പേരുകൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. 2024 നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ഖബറിലാണ്. നമ്മൾ ഖബറിലേക്ക് എത്തിയിട്ടില്ല. അള്ളാഹു നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് കൂടി അവസരം തന്നു. അതുകൊണ്ട് ഉള്ള അവസരങ്ങൾ നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരാണ് ബുദ്ധിമാന്മാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അൻസാരി ഇങ്ങനെ കടന്നു വന്നിട്ട്, സ്വഹാബി പറയാണ്, ഒരു അൻസാരി ഇങ്ങനെ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് നബിയെ ഏറ്റവും ബുദ്ധിയുള്ള, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അഹ്സനുഹും ഖുലുഖ എന്ന് പറഞ്ഞു. ഏറ്റവും നല്ല വിശ്വാസി ആരാന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സൽസ്വഭാവമുള്ളവനാണ്, എല്ലാവരോടും മാന്യമായി പെരുമാറുന്നവനാണ്, കുടുംബത്തോടും സമൂഹത്തോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നല്ല നിലയിൽ ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഏറ്റവും നല്ല വിശ്വാസിയുടെ അടയാളം എന്ന് പറഞ്ഞു. പിന്നെ ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും ബുദ്ധിയുള്ള വിശ്വാസി ആരാണെന്ന് ചോദിച്ചപ്പോൾ അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈക ഹുമുൽ അഖിയാസ്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ളവർ. അല്ലേ? അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനുശേഷം ഉള്ളതിനെ ഒരുക്കി വെക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവർ. നമ്മൾ പറയും, ഒരുപാട് സമ്പാദിച്ചവൻ, പെട്ടെന്ന് അധ്വാനിച്ചവൻ, ഒരുപാട് വരുമാനത്തിനുള്ള വകുപ്പ് കണ്ടെത്തിയവനാണ് ബുദ്ധിമാന്മാൻ, അവൻ ബുദ്ധിയുള്ളവനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എല്ലാ സമയത്തും ആരും അറിയാതെ രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ അവൻ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമ്പാദ്യമാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് അവൻ നമസ്കരിക്കുമ്പോൾ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, അതാർക്കും കാണാത്തൊരു സമ്പാദ്യമാണ്. ആരും അറിയാതെ ചില
പ്രയാസഘട്ടങ്ങളിൽ സഹായിക്കുമ്പോൾ ആ കിട്ടുന്ന വല്ലാത്ത പ്രതിഫലമുണ്ടല്ലോ. മദീന പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയം എൻ്റെ സഹോദരനെ സഹായിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന നല്ല പരോപകാരിയായ മനുഷ്യനായി മാറുക എന്നുള്ളത് വലിയ പുണ്യമാണ് സഹോദരങ്ങളെ. അങ്ങനെ അവൻ സമ്പാദിച്ചു വെക്കുന്നുണ്ട്. ആ സമ്പാദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും അനുഗ്രഹമാണ് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ സമയം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ശാന്തമായി ഇരിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. അത് നമുക്ക് ബോധം വേണം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അധികം ആളുകളും വഞ്ചിതരായ രണ്ട് വിഭവങ്ങൾ, അസ്സിഹത്ത് വൽ ഫറാഗ്, അല്ലേ? ആരോഗ്യവും ഒഴിവ് സമയവും. കൂടുതൽ ആളുകൾക്കും കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്, പക്ഷേ കിട്ടിയതിലേക്ക് അധികം ആളുകളും പരാജിതരുമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ ഹസൻ ബസ്സരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. ഓരോ പ്രഭാതവും രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഓരോ പ്രഭാതത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ദിവസം നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു വചനം, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഓരോ പ്രഭാതവും നമ്മോട് പറയുന്നുണ്ട്, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, ആദമിൻ്റെ പുത്ര, മനുഷ്യ, ഞാൻ ഇന്ന് പുതിയൊരു സൃഷ്ടിയാണ്, ഇന്നത്തെ പുതിയൊരു സൃഷ്ടിയാണ് നിനക്ക് വേണ്ടി ഞാൻ. വാ അലയ്യ അമലുക ഷഹീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദ്. അതുകൊണ്ട് നീ അധ്വാനിക്കുക, ഞാൻ സാക്ഷിയാണ്, നിന്റെ അമലുകൾക്ക് സാക്ഷിയാവാനാണ് ഇന്ന് ഞാൻ വന്നത്. ഞാൻ പുതിയൊരാളാണ്, അല്ലേ? ഇന്നത്തെ വെള്ളിയാഴ്ച പറയും, നാളെ ശനിയാഴ്ച നമ്മോട് പറയും ഞാൻ പുതിയൊരു ദിവസമാണ്, ഞാൻ സാക്ഷിയായതാണ്. അതുകൊണ്ട് പരമാവധി നീ ഉപയോഗപ്പെടുത്തിക്കോ. ഫതസവ്വദ് മിന്നി, എന്നിൽ നിന്ന് ധാരാളമായി നേടിക്കോ, സമ്പാദിച്ചോ, നന്മ ചെയ്തോ. ഇദാ മളൈതു ലാ അഊദു, ഞാൻ പോയാൽ പിന്നെ എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല. കഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. 2024 ഒരു ദിവസം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല സഹോദരങ്ങളെ. ഇന്നലത്തെ ഒരു ദിവസം ജനുവരി 2 ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ്. ലാ അഊദു, ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയും, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ തിരിച്ചു വരാൻ കഴിയാത്ത ഒന്നാണ്. അതാണ് സമയം എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദുനിയാവ് ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആഖിറം കടന്നു വരും, പരലോകം കടന്നു വരും. ദുനിയാവിൻ്റെ ആളുകളുണ്ട്, പരലോകത്തിൻ്റെ ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ ആളുകളാവണേ. അതേപോലെ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിൻ്റെ ആളുകളായി നിങ്ങൾ മാറരുത്. കാരണം എന്താ പറയുക, ഫഇന്ന അൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അമലുണ്ട്, ഹിസാബില്ല. ഇന്ന് ദുനിയാവിൽ അമൽ ചെയ്യാനുള്ള അവസരം. ഇവിടെ വിചാരണ, ആരും വിചാരണ ചെയ്യൂല, ആരും നിങ്ങളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ വിചാരണ നടത്താനോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അമലുകൾ ധാരാളമായി ചെയ്യുന്ന സമയമാണ്. എന്നാൽ പരലോകത്തെ വഗദൻ, നാളെ അങ്ങനെയല്ല, നാളെ ഹിസാബുൻ വല അമൽ, അവിടെ വിചാരണ ഉണ്ട്, അവിടെ അമലില്ല. അവിടെ ചെയ്യാൻ പറ്റൂല, വിചാരണ ഉണ്ടാവും. ഇന്ന് ചെയ്തതിൻ്റെ വിചാരണ നാളെ ഉണ്ടാവും. അപ്പം നമുക്ക് ചെയ്യണമെന്ന് തോന്നും. ഒരു നന്മയെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹ് പോലും അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല പരലോകത്തെത്തിയാൽ. എല്ലാം ഇവിടെ നിന്നേ പറ്റുള്ളൂ സഹോദരങ്ങളെ. ഒരു അൽഹംദുലില്ലാഹ് ഒന്ന് അധികം പറയണം നമുക്ക് അവിടെ എത്തിയിട്ട് തോന്നും. ഒരു സുന്നത്ത് നമസ്കാരം എനിക്ക് നമസ്കരിക്കാമായിരുന്നു നമുക്ക് തോന്നും. പക്ഷേ അവിടെ ഇല്ല, ഇവിടുന്നേ അതൊക്കെ ഉള്ളൂ. ആ ഒരു ബോധം നമുക്ക് ഇപ്പോഴാണ് വേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ഒഴിവ് സമയം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ജീവിത സമയങ്ങൾ മുഴുവനും, ജീവിതം മുഴുവനും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. നല്ല മനുഷ്യർ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ കാലം ജീവിക്കുകയും കൂടുതൽ നന്മ ചെയ്യുകയും ചെയ്തവനാണ്. മൻ തോല ഉംറുഹു വഹസുന അമലുഹു, നല്ല മനുഷ്യൻ്റെ അടയാളാണ്. ഒരുപാട് പ്രായം ജീവിക്കാനുള്ള അവസരം കിട്ടി, കുറേ നന്മകൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ചീത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാലോ, കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടി, ഒരുപാട് തിന്മകൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആകുലതയും വ്യാകുലതയും പറഞ്ഞ് സമയം കളയുന്നതിന് പകരം ഓരോ നിമിഷവും വളരെ നിർമ്മാണാത്മകമായി, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില ആളുകൾ പറയും എനിക്ക് വയ്യ, അവിടെയാണ്, ക്ഷീണമാണ്, വേദനയാണ്, പ്രയാസമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എന്നും ആവലാദികളും കഷ്ടപ്പാടുകളും വ്യസനങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ തീരും ജീവിതം. ഒന്നും ചെയ്യൂല, ആകെ പ്രശ്നങ്ങൾ, നെഗറ്റീവ് മാത്രം ചിന്തിച്ചങ്ങനെ പോകും. പ്രിയമുള്ളവരെ, ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ട്, ഒരിത്തിരിയാണെങ്കിലും ഉള്ള ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഉള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ക്രിയാത്മകമായി ഉള്ളതിൽ ഹാപ്പി ആയിക്കൊണ്ട്, ഉള്ളതിൽ നന്നായി ആക്റ്റീവായിക്കൊണ്ട് മുന്നോട്ട് പോകണം. നമുക്കതിന് സാധിക്കണം. അവരെ വിജയിക്കുള്ളൂ, അതിന് നമുക്ക് കഴിയണം.
അപ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുക. ഉള്ള സാഹചര്യങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ള വിചാരണയുണ്ട് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമുക്ക് തൗബ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഏത് സമയത്തും തൗബ ചെയ്യാം. തൗബക്ക് പ്രത്യേക സമ്മേളനങ്ങൾ വേണ്ടതില്ല. തൗബക്ക് റമദാൻ വരേണ്ടതില്ല. റമദാൻ വരെ നമ്മൾ ജീവിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം സൃഷ്ടിക്കാൻ, കെട്ടിപ്പടുക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. ഓരോ ദിവസവും മാറി മറിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നിർബന്ധ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ച് തീർക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മളെ ചെയ്യാനുണ്ടാവുള്ളൂ. നമ്മുടേത് നമ്മൾ തന്നെ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്, ഉംറ എന്നൊക്കെ. സാമ്പത്തികമായി പലരും വിചാരിക്കുന്നതൊക്കെ ഒരു പ്രായമായിട്ട് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഒരു പ്രത്യേക സമയത്താണ് അതൊക്കെ ചെയ്യേണ്ടത്. ഒരുപാട് പണം ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, അതിന് നമ്മൾ ശ്രമിക്കണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് ശ്രമിക്കണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഒരു ഉംറയെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അതൊക്കെ ശ്രമിച്ചാൽ കഴിയുന്ന ആളുകൾ പോലും അതിലേക്ക് താല്പര്യം കാണിക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒരുപാട് പ്രായമായതിനു ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളൊരു തെറ്റായൊരു ധാരണ വ്യാപകമാണ്. അതുമല്ല, എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് അവൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജിന് ഉംറക്ക് പോയി വന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഉപ്പാക്ക് മുമ്പത്തേക്കാളും കുറച്ച് നിയമങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കർശനമാണ്. എപ്പോഴും തവാഫ് ചെയ്യാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, വലിയ കാലുവേദനയും പ്രയാസമൊക്കെ ഉണ്ട്. പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് പോകണം. ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ പോവേണ്ടത്. ഉപ്പയും ഉമ്മയൊക്കെ പോയ പോലെ പ്രായമുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പങ്കുവെച്ചു. നല്ലൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അല്ലേ, അത് ശരിയാണ്. ഒക്കെ പ്രായമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാന സമയത്ത്, അല്ലേ, ഇതിനൊക്കെ അവസാന സമയം, ആ അവസാനം വരെ നമ്മൾ ഉണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ അതല്ല, പ്രായമുള്ളവർ ചെയ്യണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത്. നേരെ മറിച്ച് അത് നമ്മൾ കാത്തു നിൽക്കണ്ട. അത് നമുക്കപ്പോൾ പ്രായമുള്ള സമയത്ത് കഴിയുമ്പോൾ അപ്പോൾ ചെയ്യാം. ഏത് സമയത്താണ് നമുക്ക് ചെയ്യാം? ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ സമയത്ത് ഏറ്റവും പോയി എൻജോയ് ചെയ്ത് അതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായം, ആരോഗ്യമുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എന്തിനാണ് നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമസ്കാരം എന്നുള്ളത്. നമസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓരോ 5 വക്ത് നമസ്കാരങ്ങളും ജമാഅത്തായി എനിക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. സുബഹ് നമസ്കാരത്തിന് ആ തണുപ്പിൽ അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു അനുഗ്രഹങ്ങൾ. ഗസയിലെ കുട്ടികൾ തണുപ്പിൽ വിറങ്ങലിച്ച് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം വീട്ടിൽ സുഖമായി പുതച്ചുറങ്ങുമ്പോൾ, അള്ളാഹിൻ്റെ വിളിക്കുത്തരം കേൾക്കാതെ, അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് വരാനാകാതെ കിടന്നുറങ്ങുമ്പോൾ എത്രമാത്രം ക്രൂരന്മാരാണ് സഹോദരങ്ങൾ നമ്മൾ. അള്ളാഹുവിൻ്റെ നേരം വെളുക്കുവോളം സുഖമായി കിടന്നുറങ്ങിയിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ എന്തൊരു ഈമാനാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ. അതിന് നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഓരോ നമസ്കാരവും ഏതെങ്കിലും ഒരു പള്ളിയിലെ ആവണമെന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടാവണം. നമ്മുടെ അടുത്തുള്ള പള്ളിയിലേക്ക് പോകാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിക്കണം. അത് അള്ളാഹിനോടുള്ള നിർബന്ധമായ ബാധ്യതയാണ്. എല്ലാ സമയത്തും പൂർണ്ണമായും എന്നെ സംരക്ഷിക്കുന്ന അള്ളാഹുവിന് നൽകേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ വഴികാട്ടിയാണ്. അതുമായുള്ള എൻ്റെ ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ പണമുണ്ടായിട്ടും ഞാൻ കാണേണ്ടവരെ കണ്ടിട്ടുണ്ടോ, സഹായിക്കേണ്ടവരെ സഹായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ള ദുആകളും ദിക്റുകളും
അതിലെത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ദിക്റുകൾ, ഓരോ സമയത്തുള്ള പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. അവസരങ്ങൾ നമ്മൾ പള്ളിയിലേക്ക് കയറുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാവുകൾ ചലിക്കുന്നുണ്ടോ? നമ്മുടെ നാവുകൾ, ആ പ്രാർത്ഥനകൾ നാവിലൂടെ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള എത്ര ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ചൊല്ലാൻ പിശാച് നമ്മെ അനുവദിക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. പിശാച് നമ്മെ സമ്മതിക്കുന്നില്ല. ആ പിശാചിൻ്റെ കൂടെ നമ്മൾ പോകരുത് സഹോദരങ്ങൾ. ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇത്തരം നിർബന്ധമായ ബാധ്യതകൾ നമ്മുടെ പരലോകവും നമ്മുടെ ഖബറിലേക്ക് നമ്മൾ വെക്കുന്ന ആ സംഭവം, അതുപോലെ തന്നെ ശേഷമുള്ള ജീവിതമൊക്കെ ഇടക്കൊന്ന് മനസ്സിൽ നമ്മളിങ്ങനെ കാണണം. നമ്മളിങ്ങനെ സങ്കല്പിക്കണം, ഇടയ്ക്ക് ഞാൻ മരിക്കുന്ന ദിവസം അല്ലെ, എല്ലാവരും വരുന്ന ദിവസം എന്നെ ഖബറിലേക്ക് വെക്കുന്നതും പരലോകത്ത് വിചാരണ ചെയ്യുന്നതും എൻ്റെ തിന്മകളും അള്ളാഹു എനിക്ക് നൽകിയ കൊടാനുകൂടി അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യവും ഒരു ചിന്തയൊക്കെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരണം. അത്തരം കാര്യങ്ങൾ കുടുംബത്തിലിടക്ക് നമ്മളങ്ങനെ ചർച്ച ചെയ്യണം. ഒരു വിശുദ്ധി ഉണ്ടാകും, ഒരു വിമലീകരണം ആ കുടുംബത്തിൽ നടക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ അവന് ഇഷ്ടപ്പെട്ട മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്ത് ജീവിതാവസാനം വരെ അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദിവസവും അവന് ഇബാദത്തുകൾ ചെയ്ത് ധന്യമാക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ പള്ളിയിലുള്ള ഒരു സഹോദരൻ്റെ ഭാര്യ, മുമ്പ് നമ്മൾ ആ അസുഖത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ അസുഖം കൂടുതലായിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. അപ്പോൾ അവരുടെ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ അസുഖം അള്ളാഹു പൂർണ്ണമായും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ വിശാലമായ മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയ എല്ലാവിധ തിന്മകളും പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة